ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലീഗൽ ഡയസ്. ഈ ഒരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോ ഓഫ് കോൺട്രാക്ട് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു കോൺട്രാക്റ്റിൻ്റെ, ഒരു വാലിഡ് കോൺട്രാക്റ്റിൻ്റെ എസെൻഷ്യൽസ് എന്തൊക്കെയാണ് എന്നുള്ളൊരു ടോപ്പിക്കിൻ്റെ ബാലൻസ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ നമ്മൾ കുറച്ച് പോയിൻറ്റ്സ് ഒക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുകയെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ബാലൻസ് ടോപ്പിക്സ് ഏതൊക്കെ പോയിൻറ്റ്സ് ആണ് ഇതിൽ വരുന്നതെന്ന് നോക്കാം. നമ്മൾ ഓൾറെഡി ഒരു പോയിൻറ്റ് ഡിസ്കസ് ചെയ്തതാണ്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ടാമത് ഒരു വാലിഡ് കോൺട്രാക്റ്റിന് വേണ്ട എസെൻഷ്യൽസാണ് പറയുന്നത്. അപ്പം ഇവിടെ ഈ ഒരു പാർട്ടീസ് തമ്മിൽ ഒരു ലീഗൽ ഒബ്ലിഗേഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു ഇൻറ്റൻഷൻ ഉണ്ടായിരിക്കണം ഒരു എഗ്രിമെൻറ്റിൻ്റെ അകത്ത്. അതായത് ഒരു എഗ്രിമെൻ്റ് എന്ന് പറയുമ്പോൾ പാർട്ടീസ് എൻ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം. അവർക്ക് എന്ത് ഇൻറ്റൻഷൻ ഉണ്ടായിരിക്കണം? അവരൊരു ലീഗൽ ഒബ്ലിഗേഷനിലേക്കാണ് എൻ്റർ ചെയ്യുന്നത് എന്ന് പറയുമ്പം അവർ ആ ഒരു എഗ്രിമെൻറ്റിലേക്ക് എൻ്റർ ചെയ്യുന്നത് മൂലം നാളെ എന്തെങ്കിലും ഒരു ലീഗൽ ഡ്യൂട്ടി അവരുടെ മേൽ വരാം എന്നൊരു ഉദ്ദേശം അവർക്കുണ്ടായിരിക്കണം. അതാണ് പറയുന്നത്. അപ്പം അവിടെ ഒരു സോഷ്യൽ ഒബ്ലിഗേഷൻ മാത്രമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് കോൺട്രാക്റ്റ് അല്ല. എഗ്രിമെൻ്റ് അവിടെ കോൺട്രാക്റ്റ് ആകണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഒരു ലീഗൽ ഒബ്ലിഗേഷൻ അവിടെ ഉണ്ടായിരിക്കണം. അപ്പോൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. എ ഒരു പ്രപ്പോസൽ മേക്ക് ചെയ്യാണ്, അല്ലെങ്കിൽ ഒരു ഓഫർ മേക്ക് ചെയ്യാണ്. ബിയോട് അയാളുടെ കാറ് വിൽക്കാം. എയുടെ കാറ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. 10,10,000 രൂപയ്ക്കാണ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ബി ഈ ഒരു പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്തു. എന്നിട്ട് 5,000 രൂപ അഡ്വാൻസ് ആയിട്ട് എക്ക് നൽകുകയാണ്. അപ്പോൾ ഇവിടെ എ ആണെങ്കിൽ ആ ഒരു പ്രപ്പോസൽ മേക്ക് ചെയ്യുവാണ്, ബി അവിടെ അക്സെപ്റ്റ് ചെയ്യുകയാണ്. അപ്പം ഇവർക്ക് രണ്ടുപേർക്കും അറിയാം ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നതിലൂടെ ഒരു ലീഗൽ ഒബ്ലിഗേഷൻ അവിടെ ക്രിയേറ്റഡ് ആകാം എന്നൊരു ഇൻറ്റൻഷൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒബ്ലിഗേഷൻ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളൊരു ഇൻറ്റൻഷൻ അവർക്ക് രണ്ടുപേർക്കും ഉണ്ട്. കാര്യം ഈ 5,000 കൊടുത്തിട്ട് ബാക്കി ഇനി 5,000 കിട്ടിയില്ലെങ്കിൽ അവർക്കൊരു ലീഗലി മൂവ് ചെയ്യാൻ പറ്റുമെന്നോ, അല്ലെങ്കിൽ ആ കാറ് കൊടുക്കാതിരുന്ന് കഴിഞ്ഞാൽ ലീഗലി മൂവ് ചെയ്യാൻ പറ്റുമെന്നോ, ഇങ്ങനെയൊക്കെ രണ്ടുപേർക്കും അവർ അവെയർ ആയിരിക്കും. അതാണ് അവർക്ക് ആ ഒരു ഇൻറ്റൻഷൻ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പം ആ ഒരു എഗ്രിമെൻ്റ് കോൺട്രാക്റ്റായിട്ട് നമുക്ക് അത് എഗ്രിമെൻ്റ് എൻഫോഴ്സിബിൾ ആയിരിക്കും. അതിന് നമുക്ക് കോൺട്രാക്റ്റ് എന്ന് പറയാനായിട്ടും പറ്റും. അപ്പം അവിടെ നമ്മൾ ബാൽഫോർ വേഴ്സസ് ബാൽഫോർ കേസ് ഇതിന് മുന്നേ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ നമ്മൾ പ്രത്യേകം പറഞ്ഞൊരു കാര്യമാണ് അവർക്ക് പാർട്ടീസിന് ഒരിക്കലും അത് ലോ വഴി എൻഫോഴ്സ് ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശം ഇല്ലായിരുന്നു അവരതിൽ എഗ്രിമെൻറ്റിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത്. അതല്ലാതെ ഒരു ഡൊമസ്റ്റിക് എഗ്രിമെൻ്റ് ആയിരുന്നു. അല്ലാതെ ഒരു കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷനിൽ അത് വരത്തില്ല. ഇനി അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദെയർ മസ്റ്റ് ബി കൺസെൻസസ് ആഡ് ഐറ്റം. കൺസെൻസസ് ആഡ് ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ്സ് എന്നാണ് അർത്ഥം. അതായത് രണ്ടുപേർക്കും ഒരേ സമയം, അതായത് ഒരേ കാര്യത്തിനെ പറ്റി സെയിം സെൻസിലായിരിക്കണം അവരൊരു സബ്ജക്റ്റ് മാറ്ററിനെ പറ്റി എഗ്രി ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പം എ എന്ന് പറയുന്ന ഒരാൾക്ക് 2 തരത്തിലുള്ള കാറുകളുണ്ട്. ഒരു കറുപ്പ് കാറും അല്ലെങ്കിൽ ഒരു വെള്ളക്കാറും ഉണ്ട്. അപ്പോൾ രണ്ടും മാരുതിയാണ്. അപ്പം സെയിം മോഡലാണ്, പക്ഷേ കളറുകൾ ഡിഫറെൻ്റ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ ഒരു എ എന്ന് പറയുന്ന ആൾ ഈ ബിയോട് പറയുകയാണ്, എൻ്റെ കാറ് ഞാൻ ഒരു 10,00,000 രൂപയ്ക്ക് വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ബി പറയുകയാണ് 10,00,000 രൂപയ്ക്ക് ഞാൻ ആ കാറ് വാങ്ങാൻ റെഡിയാണ്. അപ്പോൾ ഇവിടെ എ ഉദ്ദേശിക്കുന്നത് ഒരു വെള്ളക്കാറിൻ്റെ കാര്യമാണ്, പക്ഷേ ബി ഉദ്ദേശിക്കുന്നത് കറുപ്പ് കാറിൻ്റെ കാര്യമാണ്. അപ്പോൾ ഇവിടെ ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ്സ് ഉണ്ടോ? ഇല്ല. കാര്യം രണ്ടുപേരും 2 മാറ്ററിനെ പറ്റിയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, 2 സബ്ജക്റ്റ് മാറ്ററിനെ പറ്റിയാണ് ആലോചിക്കുന്നത്. അവിടെ ആ ഒരു സെയിം സെൻസിലല്ല ആ ഒരു സബ്ജക്റ്റ് മാറ്ററിനെ പറ്റി, അറ്റ് ദ സെയിം ടൈം ഇൻ ദ സെയിം സെൻസിലല്ല അവർ ചിന്തിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു കൺസെൻസസ് ആഡ് ഐറ്റം അവിടെ ഇല്ല, ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ്സ് ഇല്ല. ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു കോൺട്രാക്റ്റിനെ അത് എൻഫോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത്. അപ്പം ഇവിടെ അതുപോലെ തന്നെ നമുക്ക് അടുത്ത് നോക്കാനുള്ളൊരു പോയിൻ്റാണ്, ദ കൺസെൻറ്റ് ഓഫ് ദ പാർട്ടി ടു ദ എഗ്രിമെൻറ്റ് മസ്റ്റ് ബി ഫ്രീ ആൻഡ് ജെനുവിൻ. അപ്പോൾ ഓൾറെഡി ഒരു പോയിൻ്റ് കഴിഞ്ഞ വീഡിയോ ഡിസ്കസ് ചെയ്തതാണ്. നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞ എന്തൊക്കെയാണ്? ഫസ്റ്റ് എന്ന് പറയുന്നത് ഒരു ലീഗൽ ഒബ്ലിഗേഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു ഇൻറ്റൻഷൻ ഉണ്ടായിരിക്കണം. കൺസെൻസസ് ആഡ് ഐറ്റം, അതായത് ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ്സ് ഉണ്ടായിരിക്കണം. 3 പാർട്ടീസിൻ്റെ കൺസെൻറ്റ് എന്ന് പറയുന്നത് ഫ്രീ ആയിരിക്കണം, ജെനുവിൻ ആയിരിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാർട്ടീസിൻ്റെ കൺസെൻറ്റ് ഫ്രീ ആയാൽ മാത്രമേ ആ ഒരു എഗ്രിമെൻറ്റ് എൻഫോഴ്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു ഫ്രീ കൺസെൻറ്റ്, അതായത് അവർ സ്വന്തം ഇഷ്ടപ്രകാരമല്ല അത് ചെയ്തത് എന്നുണ്ടെങ്കിൽ ആ ഒരു എഗ്രിമെൻറ്റിനെ നമുക്ക് എൻഫോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല.
അപ്പോൾ ഇത് എപ്പോഴാണ് ഫ്രീ കൺസെൻറ്റ് അല്ലാന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്? വേറൊരാളുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് ഇയാൾ എന്തെങ്കിലും ചെയ്യാണ്. കൊയേർഷൻ, അൺഡ്യൂ ഇൻഫ്ലുവൻസ്, ഫ്രോഡ്, മിസ്റെപ്രസെൻറ്റേഷൻ, മിസ്റ്റേക്ക്, ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു വിഷ്യേറ്റിംഗ് എലമെൻറ്റ്സ് വഴി ആ ഒരു എഗ്രിമെൻറ്റ് മേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു എഗ്രിമെൻറ്റിൻ്റെ അകത്ത് ഫ്രീ കൺസെൻറ്റ് ഇല്ല എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഭീഷണിയുടെ പുറത്ത് നമ്മളൊരു എഗ്രിമെൻറ്റിലേക്ക് എൻ്റർ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരാൾ നമ്മളുടെ മേൽ എന്തെങ്കിലും തരത്തിലുള്ളൊരു അൺഡ്യൂ ആയിട്ടുള്ളൊരു ഇൻഫ്ലുവൻസ് കൊണ്ടുവന്നിട്ട് നമ്മളത് എൻ്റർ ചെയ്യുകയാണ്, അല്ലെങ്കിൽ നമ്മളെ പറ്റിച്ചിട്ട് ഫ്രോഡ് ചെയ്തിട്ടാണ് നമ്മൾ ആ എഗ്രിമെൻറ്റിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് അതിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വഴിയാണ് ഒരാൾ ഒരു എഗ്രിമെൻറ്റിലേക്ക് എൻ്റർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരാളുടെ ഫ്രീ കൺസെൻറ്റ് അവിടെ ഇല്ല എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ഫ്രീ കൺസെൻറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു കോൺട്രാക്റ്റ് അവിടെ വാലിഡ് അല്ല എന്ന് പറയാൻ പറ്റും. അവിടെ എൻഫോഴ്സിബിൾ അല്ല. ഇനി അടുത്ത പോയിൻ്റാണ് ദർ ഷുഡ് ബി ലോഫുൾ കൺസിഡറേഷൻ. ഇതൊന്നും നമ്മൾ പറഞ്ഞതാണ്. എഗ്രിമെൻറ്റ് ഒരു ലോ വഴി എൻഫോഴ്സിബിൾ ആകണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ലോഫുള്ളായിട്ടുള്ള കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം. കൺസിഡറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതിങ് ഇൻ റിട്ടേൺ എന്നാണ് കൺസിഡറേഷൻ്റെ അർത്ഥം. അപ്പോൾ അത് പണമായിട്ട് തന്നെ ആവണമെന്നില്ല. ഒരു പണമാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സർവീസ് ആകാം, അല്ലെങ്കിൽ ഒരു റിട്ടേൺ പ്രോമിസ് ആകാം. ഇതെന്ത് വേണമെങ്കിലും ആകാം കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ സപ്പോസ് നമ്മളിപ്പോൾ എയും ബിയും കാർ വിൽക്കുന്ന കേസ് പറയുമ്പം കാർ വിൽക്കാം 10 ലക്ഷം രൂപയ്ക്ക്. അപ്പോൾ ആ ഒരു കാർ എന്ന് പറയുന്നത് ബിയെ സംബന്ധിച്ചിടത്തോളം ബിയുടെ കൺസിഡറേഷനാണ്. എ വെച്ച് നോക്കുമ്പോൾ ആ ഒരു 10 ലക്ഷം രൂപയാണ് എയുടെ കൺസിഡറേഷൻ. ഇനി അതല്ല, എന്തെങ്കിലും ഒരു സർവീസാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു എ ബിയോട് പറയുകയാണ്, എൻ്റെ ഇത്രയും ജോലി ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ നിനക്ക് ഞാൻ നിൻ്റെ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ അത് ചെയ്ത് തരാം എന്ന് പറയുമ്പോൾ അവിടെ 2 പേർക്കും സർവീസാണ് റിട്ടേൺ ആയിട്ട് കിട്ടുന്നത്. അപ്പം ഇതെല്ലാം കൺസിഡറേഷനാണ്. അതൊക്കെ എന്തായിട്ട് മാറണം? ലോഫുൾ ആയിരിക്കണം, അതുപോലെ തന്നെ ജെനുവിൻ ആയിരിക്കണം, റിയലും ആയിട്ടുള്ളതായിരിക്കണം. അപ്പം അങ്ങനെ ഒരു കൺസിഡറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു എഗ്രിമെൻറ്റ് ഒരു കോൺട്രാക്റ്റായിട്ട് മാറത്തുള്ളൂ. അപ്പോൾ കൺസിഡറേഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും പണം മാത്രം ആകണമെന്നില്ല, അത് ഓർത്ത് വെക്കുക. ക്യാഷ് ഓർ ഇൻ കൈൻഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് സർവീസ് ആകാം, അല്ലെങ്കിൽ റിട്ടേൺ പ്രോമിസ് ആകാം, ഇതെല്ലാം ആയിട്ട് മാറാൻ പറ്റും. അപ്പം ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പോയിൻ്റാണ് ദ പാർട്ടീസ് ടു ദ എഗ്രിമെൻറ്റ് ഷുഡ് ഹാവ് ദ കപ്പാസിറ്റി ടു കോൺട്രാക്ട്. അപ്പോൾ അതും നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഈ ഒരു പാർട്ടീസിന് കോൺട്രാക്റ്റിലേക്ക് എൻട്രി ചെയ്യാനുള്ളൊരു കോമ്പീറ്റൻസി അല്ലെങ്കിൽ കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരാൾ കേപ്പബിൾ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് എപ്പോഴാണ്? ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഇഫ് ഹി ഹാസ് അറ്റൈൻഡ് ദ ഏജ് ഓഫ് മെജോറിറ്റി അറ്റൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, മേജർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അയാൾ കോമ്പീറ്റൻ്റ് ആണെന്ന് പറയാം. 2 സൗണ്ട് മൈൻഡ് ആയിരിക്കണം. അതാണ് രണ്ടാമത്തെ കാര്യം. ഇനി അത് കഴിഞ്ഞിട്ട് 7ാമത്തെ പോയിൻ്റാണ് ദ ഒബ്ജക്റ്റ് ഓഫ് ദ എഗ്രിമെൻറ്റ് മസ്റ്റ് ബി ലോഫുൾ. എന്ന് പറയുമ്പോൾ ആ ഒരു എഗ്രിമെൻറ്റ് ഇല്ലീഗലാവാൻ പാടില്ല, ഇമ്മോറൽ ആകാൻ പാടില്ല, അല്ലെങ്കിൽ പബ്ലിക് പോളിസിക്ക് എതിരാകാൻ പാടില്ല. ഇപ്പം ഒരു പ്രോസ്റ്റിറ്റ്യൂഷനായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു എഗ്രിമെൻ്റ് ആണെന്ന് വിചാരിക്കുക. അത് ലീഗലാണോ? അല്ല, അത് ഇല്ലീഗലാണ്, അല്ലെങ്കിൽ ഇമ്മോറലാണ്, പബ്ലിക് പോളിസിക്ക് എതിരാണെന്ന് പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള തരത്തിലുള്ള ഒരു എഗ്രിമെൻറ്റിൻ്റെ ഒബ്ജക്റ്റ് എന്ന് പറയുമ്പം ലോഫുൾ ആയിട്ടുള്ളതായിരിക്കണം. ഈ പറയുന്ന പോലെ ഇല്ലീഗലോ ഇമ്മോറലോ പബ്ലിക് പോളിസിക്ക് എതിരായിട്ടുള്ളതാവാനോ പാടില്ല. അത് കഴിഞ്ഞിട്ട് അടുത്തതാണ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പം പ്രാബല്യത്തിലുള്ള ഒരു നിയമപ്രകാരവും വോയിഡ് എന്ന് ഡിക്ലെയർ ചെയ്യാത്ത ഒരു എഗ്രിമെൻ്റ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ചില എഗ്രിമെൻറ്റുകളെയൊക്കെ വോയിഡാണ് എന്ന് ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു എഗ്രിമെൻറ്റിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും അതിന് ലോയുടെ ഭാഗത്തു നിന്നൊരു എൻഫോഴ്സിബിലിറ്റി കിട്ടത്തില്ല. ദെൻ ലാസ്റ്റ് നമുക്ക് പറയാനുള്ളത് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് ഓറൽ വേണോ റൈറ്റിംഗ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് വാക്കാൽ പറഞ്ഞാൽ മതിയോ അതോ എഴുതിയാൽ തന്നെ അത് എഗ്രിമെൻ്റ് ആകത്തുള്ളൂ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഓറലുമാകാം, ഇൻ റൈറ്റിങ്ങും ആകാം. ഇപ്പം നിയമത്തിൽ പറയുകയാണ് അത് റൈറ്റിങ്ങിൽ വേണം, അല്ലെങ്കിൽ അത് രജിസ്റ്റർ ചെയ്യണം, അതുപോലെ തന്നെ അത് അറ്റസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, എക്സ്പ്രസ്ലി പറയുന്നുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ പറയുന്ന കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് ഒരു എഗ്രിമെൻ്റ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അതായത് നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞ എല്ലാ കാര്യങ്ങളും. അപ്പോൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് പറഞ്ഞത് ഒരു സോഷ്യൽ അല്ലെങ്കിൽ ഒരു ഡൊമസ്റ്റിക് എഗ്രിമെൻ്റ് ആകരുത്. അത്തരത്തിലൊരു ടൈപ്പ് ഓഫ് എഗ്രിമെൻ്റ് ആവാൻ പാടില്ല. പകരം
എന്താണ്, ഒരു കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ് അവിടെ വേണം. രണ്ടെന്താ പറയുന്നത്, ഒരു ലീഗൽ ഒബ്ലിഗേഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഇൻറ്റൻഷൻ പാർട്ടീസിനുണ്ടായിരുന്നിരിക്കണം. ദെൻ മൂന്നെന്താണ്, കൺസെൻസസ് ആഡ് ചെയ്യണം, അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ്സ് ഉണ്ടായിരിക്കണം. നാലെന്താണ്, അവരുടെ കൺസെൻറ്റ് എന്ന് പറയുന്നത് ഫ്രീ, ജെനുവിൻ അല്ലെങ്കിൽ റിയൽ ആയിട്ടുള്ളതായിരിക്കണം കൺസെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ 5 എന്തായിരുന്നു, ലോഫുൾ കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം. അതുമായിട്ട് കണക്ട് ചെയ്ത് പറയുന്നത് എന്താണ്, ഒരു ലോഫുൾ ആയിട്ടുള്ള ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കണം. പിന്നെന്താണ്, പാർട്ടീസിന് കപ്പാസിറ്റി ഉണ്ടായിരിക്കണം എന്ന് പറയുമ്പോൾ മേജർ ആയിരിക്കണം, അതുപോലെ തന്നെ സൗണ്ട് മൈൻഡ് ഉള്ള ആളായിരിക്കണം. ദെൻ അതിന് ശേഷം എന്താണ്, ഒരു നിയമപ്രകാരം അതിനെ വോയിഡ് എന്ന് ഡിക്ലെയർ ചെയ്തിട്ടുള്ളതാവാനും പാടില്ല. ലാസ്റ്റ് പറഞ്ഞ എന്താണ്, ഓറലും റൈറ്റിങ്ങും ആകാം. പക്ഷേ ഓറലിന് വേണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് രജിസ്റ്റർ ചെയ്യണം, അങ്ങനെയുള്ള ഫോർമാലിറ്റീസൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇതെല്ലാം സാറ്റിസ്ഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ കോൺട്രാക്റ്റുകളും എഗ്രിമെൻറ്റ്സ് ആണ്, പക്ഷേ എല്ലാ എഗ്രിമെൻറ്റുകളും കോൺട്രാക്റ്റ് അല്ല എന്നൊരു കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പം അവിടെ പറയുന്നതാണ് എല്ലാ എഗ്രിമെൻറ്റുകളും നമുക്ക് ലോ വഴി എൻഫോഴ്സ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പക്ഷേ ഒരു കോൺട്രാക്റ്റ് ആകണം എന്നുണ്ടെങ്കിൽ എന്താണ്, അത് എൻഫോഴ്സബിൾ ബൈ ലോ തന്നെ ആയിരിക്കണം. അതാണ് നമുക്ക് ആ ഒരു എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു കോൺട്രാക്റ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ അകത്ത് പഠിക്കാനുള്ളത്. സോ ഇപ്പോൾ നമ്മൾ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അതായത് കഴിഞ്ഞ വീഡിയോയും കൂടെ ഒരുമിച്ച് കാണുമ്പോഴാണ് നമുക്ക് ഈ ടോട്ടൽ പോർഷൻ അവിടെ ക്ലിയർ ആവുന്നത്. അതിൽ നമ്മൾ കോൺട്രാക്റ്റ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കോൺട്രാക്റ്റിന് പലരും കൊടുത്ത ഡെഫിനിഷൻസ് എന്തൊക്കെയാണ്, ദെൻ എഗ്രിമെൻറ്റ് എന്താണ്, അത് പഠിച്ചപ്പോഴാണ് ഓഫർ അക്സെപ്റ്റൻസ് പറയുന്നത്. അതുപോലെ തന്നെ ലോയുടെ എൻഫോഴ്സിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ ഒരു എൻഫോഴ്സിബിലിറ്റിക്ക് എന്താണ് നമുക്ക് ഇത്രയും ഈ ഒരു എസെൻഷ്യൽ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് സെക്ഷൻ 10 പറയുന്ന ആ ഒരു ഡെഫിനിഷൻ പഠിച്ചു വെക്കുക. അപ്പോൾ ഇത്രയും വരുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തുള്ള കേസ് ലോസും കൂടെ ആയിക്കഴിഞ്ഞിട്ട് ആ ഒരു ബാൽഫർ വേഴ്സസ് ബാൽഫർ, സ്പെൽമാൻ വേഴ്സസ് സ്പെൽമാൻ, ജോൺസ് വേഴ്സസ് പാർബട്ടം, ഇതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കേസ് ലോസും കൂടെ ഒന്ന് നോക്കി വെക്കുക. ഇത്രയാണ് ഈ ഒരു ടോപ്പിക്കിൽ വരുന്നത്. സോ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. നമുക്കിനി ഇതിൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ബാക്കി ടോപ്പിക്സ് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, ആൻഡ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.